സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമ്മ എന്ന് പറയുമ്പോൾ ഒരുവിധപ്പെട്ടവർക്കൊക്കെ അറിയാൻ കഴിയും. പിന്നെ കൊല്ലം കുണ്ടറ സ്വദേശി ദിവ്യ എന്ന് പറയുന്ന പെൺകുട്ടി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നത്. കണ്ണൂർ സ്വദേശിയായ ഒരു യുവാവുമായി പ്രണയത്തിലായിരുന്നു. അതിനുശേഷം ഈ കുട്ടി വീട്ടിൽ പറയുകയും അപ്പോൾ ആദ്യം ഒത്തിരി എതിർപ്പൊക്കെ ഉണ്ടായെങ്കിലും അവസാനം കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. ദിവ്യ ക്രിസ്ത്യൻ കുടുംബത്തിലുള്ളതും മറ്റേ ആ പയ്യൻ ഹിന്ദു കുടുംബത്തിലുള്ളതുമാണ്. എങ്ങനെയായാലും അവരെ കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പെൺകുഞ്ഞ് ജനിക്കുകയും ഈ കുട്ടിക്ക് ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നു. അപ്പം കൊണ്ടുപോയ ഭർത്താവിൻ്റെ വീട്ടിൽ, കല്യാണം കഴിച്ച് കൊണ്ടുപോയ ഭർത്താവിൻ്റെ വീട്ടിൽ അമ്മ, അച്ഛൻ അങ്ങനെ അടങ്ങുന്ന കുടുംബങ്ങൾ അവരെല്ലാവരും ഉണ്ടായിരുന്നു. ഈ കുട്ടി പ്രസവിച്ചതിന് ശേഷം 26 ദിവസം പ്രസവിച്ച് 26 ദിവസമാകുമ്പോൾ ഈ കുട്ടിക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടാവുകയും ഈ പ്രസവിച്ച് 26 ദിവസം ആകുമ്പോഴാണ് ഇത് ഉണ്ടാകുന്നത്. അതുവരെ ഈ ദിവ്യ ഈ കുട്ടിയെ എടുക്കുകയും പാല് കൊടുക്കുകയും അതിൻ്റെ എല്ലാ രീതിയും കറക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന് 26, 27, 28 ഈ 2 ദിവസത്തിനിടയിൽ ഈ കുട്ടി എന്തോന്ന് ഇതിനെ കുളിപ്പിക്കാനായിട്ട് കുളിപ്പിക്കാൻ പറഞ്ഞാൽ ഈ ബക്കറ്റിൽ ഈ കുട്ടിയെ കൊണ്ടുവന്ന് അങ്ങ് ഇടുകയാണ് ചെയ്യണത്. പെൺകുഞ്ഞായിരുന്നു. ഭയങ്കര സ്നേഹമായിരുന്നേ ഈ മോളെടുത്ത്, ഭയങ്കര സ്നേഹമായിരുന്നു ദിവ്യയ്ക്ക്. ഈ കുഞ്ഞിനെ ബക്കറ്റിൽ കൊണ്ടുവന്ന് വെള്ളത്തിൽ മുക്കുകയും എന്നിട്ട് അവിടെ നിന്ന് എടുത്തോണ്ട് കൊണ്ടുവന്ന് കിടത്തിയതിന് ശേഷം തലേണ അമർത്തി ഈ കുട്ടിയെ കൊല്ലുകയും ചെയ്തു. അയൽവക്കത്ത് പറഞ്ഞ് അപ്പോഴേ അവള് ഒരുമാതിരി അങ്ങ് നിൽക്കുകയാണ്. ഞാൻ ഇതാ കുട്ടിക്ക് സുഖമില്ല എന്ന് വിളിച്ചു പറയുകയും അത് അടുത്ത് വിളിച്ച് പറഞ്ഞു. എന്നിട്ട് ആംബുലൻസിനെ വിളിച്ചെന്ന് പറയണം. ആംബുലൻസിനെ ഈ കുട്ടി വിളിച്ച് പറയുന്നുണ്ട്. അപ്പം ആംബുലൻസും വന്ന് കുട്ടി എന്തായാലും മരണപ്പെട്ടു. അപ്പോഴേ ഈ ദിവ്യയെ അറിയപ്പെടുന്നത് സ്വന്തം കുട്ടിയെ കൊന്ന അമ്മ എന്നാണ് ആ നാട്ടിൽ മൊത്തം അറിയപ്പെടുന്നത്. അതുപോലെ ഭർത്താവിൻ്റെ വീട്ടുകാർ ഇതിനെ മാനസികമായിട്ട് പീഡിപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഭർത്താവെന്ന് പറയുന്ന ആൾ ഈ കുട്ടിയെ ഒന്ന് എടുക്കുക അങ്ങനെയുള്ള ഒരു സഹായമോ അങ്ങനെയൊന്നും ഇല്ല. കുട്ടിയെ വിളിക്കുക എടുക്കുക അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതുപോലെ അമ്മായിയപ്പനൊക്കെ ഒരുമാതിരിയാണ്. ഈ ഫ്ലവേഴ്സ് ഒരു കോടിയിലൊക്കെ ഈ കുട്ടി വന്ന് ഓരോ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, സങ്കടങ്ങൾ അങ്ങനെയൊക്കെ ഓരോന്നിലും വന്ന് പറയുന്നുണ്ട്. ഇൻ്റർവ്യൂ കൊടുത്തെന്ന് തോന്നുന്നു. ഈ ദിവ്യയ്ക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോഴേ ആളുകൾ പറയും ഈ മോളെ കുട്ടിയെ കൊന്നിട്ട് അവൾ നടക്കണണ്ടില്ലേ, അവൾ ചാനലിൽ ഒരുങ്ങി ചമഞ്ഞ് അവൾ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്, അവളെ പോക്ക് കണ്ടില്ലേ, അവളെ നടത്താൻ കണ്ടില്ലേ. പക്ഷേ ഈ കുട്ടിക്ക് ഇതിങ്ങനെ ആയപ്പം ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ വന്നപ്പം ദിവ്യയ്ക്ക് ആഹാരം കഴിക്കണമെന്ന് തോന്നുന്നില്ല. പിന്നെ കുട്ടിയുടെ അടുത്തുള്ള സ്നേഹം കുറഞ്ഞു തുടങ്ങി. ഇങ്ങനെയൊക്കെ ഉള്ള ദിവ്യയ്ക്ക് ഉറക്കമില്ലാത്ത രാത്രികളെന്നാണ് പറയണത്. 4-5 ദിവസം വരെയൊക്കെ ഈ കുട്ടി ഉറങ്ങൂല, രാത്രിയായ ഉറക്കം വരൂല. അങ്ങനെയൊക്കെ ആയപ്പോൾ ഉറക്ക ഗുളിക കഴിക്കുകയും അങ്ങനെയൊക്കെ ഇതങ്ങ് ഒരുമാതിരിയായി. അപ്പം ഈ ദിവ്യയുടെ വീട്ടിൽ ഒരു മോള്, അച്ഛനും മോളും. ഈ അച്ഛനാണ് ഫ്ലവേഴ്സ് ഒരു കോടിയിൽ കൊണ്ടുവരണതൊക്കെ. ഈ അച്ഛനാണ് അന്നൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടിയൊക്കെ മരിച്ചതിന് ശേഷമാണ് ആ കഥകളൊക്കെ വന്ന് പറയുന്നുണ്ട്. ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട്. അമ്മ മരിച്ചെന്ന് പറയണേ എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. അങ്ങനെ മരിച്ച് പള്ളിയിൽ അടക്കം ചെയ്യാനായിട്ട് കൊണ്ടുപോയപ്പോൾ അവിടെ അടക്കം ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അമ്മ വേറൊരു വൃത്തികെട്ട സ്ത്രീയാണ് എന്നൊക്കെ ഉള്ള ഒരിത് പറഞ്ഞും കൊണ്ട് അതൊക്കെ ആ ദിവ്യ കരയുന്നുണ്ട്. അതൊക്കെ പറയുമ്പോഴത്തേക്ക് അങ്ങനെ അവിടെ അടക്കം ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അപ്പം ഈ കുട്ടി ഒരുപാട് മാനസികമായിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ ഒരുപാട് സഹിച്ചെന്നാണ് പറയണത്. അമ്മായി അച്ഛൻ ഓരോന്ന് പറയുകയും പ്രസവത്തിനെ ചൊല്ലിയായിരുന്നാലും ഇപ്പം കുട്ടികൾ വേണം, ഇപ്പം എന്തായിരുന്നു കുട്ടികൾ ഇപ്പോഴും കുറച്ച് നാളൂടെ കഴിഞ്ഞിട്ട് പോരെ. ചില അമ്മായി അച്ഛന്മാരങ്ങനെയാണ് കേട്ടോ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോരെ എന്നൊക്കെ ഉള്ള രീതിക്ക് ഈ അമ്മായിയപ്പൻ പറയും. അല്ലെങ്കിൽ അമ്മായിയമ്മയും അങ്ങനെ അത് അവിടെ അത്രയ്ക്ക് സഹിച്ച് തന്നെയാണ് കിടന്നത്. അപ്പം ഇതെല്ലാം കൂടെ ഈ പെൺകുട്ടിക്ക് തലയ്ക്ക് കയറിയപ്പം ആകെ കൊണ്ട് മാനസികമായിട്ട് തകർന്നിട്ടുണ്ട്. അത് തന്നെ കാരണം. അതിനുശേഷം കുട്ടിയെ കൊന്ന അമ്മ എന്നുള്ള പേരിൽ
ദിവ്യയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അങ്ങനെ ജയിലിലൊക്കെ കിടന്നായിരുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ടും അപ്പോഴും കൊലപ്പുള്ളിയാണ് എന്നുള്ളൊരു രീതിക്കൊക്കെ ദിവ്യ പറയുന്നുണ്ട്. കൊലപ്പുള്ളിയാണ്, നാട്ടുകാരായിരുന്നാലും ആ ഒരു രീതിക്കാണ് കാണുന്നത്. ഭർത്താവിൻ്റെ വീട്ടുകാരെ കൊണ്ടുള്ള പീഡനം, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ, അങ്ങനെ ഈ കുട്ടിയെ അച്ഛൻ അങ്ങ് കൊണ്ടുപോയി അവിടെ ആയിരുന്നു. ഇപ്പം പല ദിവസവും ഈ ദിവ്യ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. ഈ കുട്ടിയെ കൊല്ലാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ പിന്നെ ദിവ്യയും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. സ്വയബോധത്തോടു കൂടിയല്ല, ഈ അസുഖം ഉള്ളത് കൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ചെയ്തത്. അതിനുശേഷവും ദിവ്യ ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്ക് എൻ്റെ മോളെ ഓർമ്മിച്ചിട്ട് അവളെങ്ങനെ ആക്കി തീർത്തതിൽ അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ പ്രസവിച്ച 4ൻ്റെ അന്ന് കുഞ്ഞിനെയും കൊണ്ട് ആ വീട്ടിൽ ചെല്ലുമ്പോഴാണ് അവർ ആ കുഞ്ഞിനെ കാണുന്നത്. സെയിം കല്യാണ ദിവസത്തിൻ്റെ അതേ അവഗണനയായിരുന്നു ചെന്ന് കയറിയപ്പോഴും ഉണ്ടായത്. കല്യാണ ദിവസത്തിന്റെ അവഗണന എന്ന് പറഞ്ഞത് ഇവര് രണ്ട് ഈ കുട്ടി ക്രിസ്ത്യാനി, മറ്റത് ഹിന്ദു ആയിരുന്നു. ഭർത്താവിന്റെ വീട്ടുകാർക്ക് ഈ കുട്ടിയെ താല്പര്യം ഇല്ലായിരുന്നു. അത് മേടിച്ചു, ലാളിക്കുന്നു, നോക്കുന്നു, എടുക്കുന്നു. എന്നാ മോളെ സിസേറിയൻ കഴിഞ്ഞ് വന്നതാ. എന്നാ മോളെ എങ്ങനെ ഉണ്ട്, സുഖമാണോ, വേദനയുണ്ടോ, ഒരു വാക്ക് വേണ്ട, ജസ്റ്റ് ഒരു നോട്ടം മതി. അതുകൂടെ ഉണ്ടായില്ല. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നുള്ള സാധനം ഉണ്ടല്ലോ, അതിൻ്റെ വേരിയേഷൻ മൂലമാണ് നമുക്ക് അസുഖം ഉണ്ടാകുന്നത്. അപ്പം എൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്തു, അസുഖം ഉണ്ട് എന്ന് എൻ്റെ ഡോക്ടറാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ നാളത്തേക്കുള്ള തോരന് അരിഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഞാൻ വരുന്നത്. വന്നു, കുഞ്ഞിന് പാല് കൊടുത്തു, കുഞ്ഞിനെ എടുത്തിവിടെ എല്ലാം കൊണ്ട് നടന്നു. അതുവരെയൊക്കെ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പെട്ടെന്ന് കുഞ്ഞിനെ കൊണ്ട് ചെന്ന് ബക്കറ്റിൽ വെള്ളത്തിലിട്ടിട്ട് പെട്ടെന്ന് അത് കയ്യും കാലും ഇട്ട് അടിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഓടിപ്പോയി എടുത്ത് തേർത്തിയിട്ട് ഞാൻ ഇപ്പം ഈ ഇരുന്ന് സംസാരിക്കുന്ന ഈ റൂമിലായിരുന്നു ഞാനും കുഞ്ഞും അന്നൊക്കെ കിടന്നിരുന്നത്, തറയിൽ പായ വിരിച്ചിട്ട്. അപ്പോൾ ഞങ്ങളിവിടെ കിടന്നു. കുറേ നേരം ഞാൻ കെട്ടിപ്പിടിച്ച് കിടന്നു കൊച്ചിനെ. പിന്നെ എപ്പോഴാ മൈൻഡ് മാറിയെന്ന് എനിക്കറിയത്തില്ല. കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞ് തലയണ ഉണ്ടായിരുന്നു, അതെടുത്ത് വെച്ചിട്ട് ശ്വാസം മുട്ടിച്ചു. പിന്നെ നല്ല രീതിയിൽ ആയപ്പോഴത്തേക്ക് കൊച്ചിനെ തട്ടി വിളിച്ചപ്പം അനക്കമൊന്നുമില്ലായിരുന്നു. എനിക്ക് എന്തോ ചെയ്യുമെന്ന് വെപ്രാളപ്പെട്ടിട്ട് ആദ്യം ഹസ്ബൻഡിനെയോ അച്ഛനെയോ വിളിക്കണം എന്നാണ് മനസ്സിൽ വിചാരിച്ചത്. പക്ഷെ അവരുടെ റിയാക്ഷൻ എങ്ങനെ ആയിരിക്കും, എന്നെ അവർ അടിച്ചു കൊന്നു കളയുമായിരിക്കുമല്ലോ എന്നൊക്കെ ഓർത്ത് പെട്ടെന്ന് തന്നെ ഞാൻ 100-ൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ അസ്വസ്ഥതകളുള്ള ഒരാളായിരുന്നു, കൊച്ചിനെ ഞാനിങ്ങനെ ഉപദ്രവിച്ചു, എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യ, നിങ്ങൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേഗം ചെയ്യണം എന്ന് പറഞ്ഞ് അവർ ആംബുലൻസ് ഇട്ട്. പക്ഷെ ആംബുലൻസ് ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ അച്ഛനും അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയും കുഞ്ഞിനെ കാണാനായിട്ട് വന്ന ചേച്ചിയും കൂടെ വന്ന് കതകിന് മുട്ടി വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കതക് തുറന്നു. അച്ഛൻ പെട്ടെന്ന് കൊച്ചിനെ എടുത്ത് എൻ്റെ കയ്യിൽ തന്ന് ഞാൻ ആ ചേച്ചിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി, ഓടിപ്പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഈ ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ എങ്ങനെയാണ് ഈ കുട്ടിയെ കണ്ടത്? അപ്പം നല്ലതുപോലെ ആയിരുന്നിരുന്നെങ്കിൽ ഈ ദിവ്യ അങ്ങനെയൊന്നും ചെയ്യൂലായിരുന്നു. ദിവ്യയുടെ അസുഖങ്ങളെല്ലാം കുറഞ്ഞ് അത് എല്ലാവരും മിണ്ടേം പറയുകയും നല്ല ഒരു രീതിക്കാണ് ആദ്യമേ നിന്നിരുന്നെങ്കിൽ ഈ അസുഖങ്ങളൊന്നും വരില്ല. അവർ തന്നെയാണ് ഈ കുട്ടിയെ ഇങ്ങനെ ആക്കിയത്. ദിവ്യ മരിച്ച് എങ്ങനെയാണ് മരണം അറിയാൻ വയ്യ. ആത്മഹത്യയാണ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലാതെ ഇങ്ങനെ ഒരു സുഖമില്ലാത്ത കുട്ടിയല്ലേ, അപ്പോൾ ആത്മഹത്യ ആയിരിക്കും. ഈ കുട്ടിക്ക് ആത്മഹത്യ പ്രവണത ഉണ്ടായിരുന്നു, അപ്പം അതിൻ്റെ പേരിൽ ചിലപ്പോൾ ചെയ്തതായിരിക്കും. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പോലീസ് കണ്ടെത്തും. ആ കുട്ടി ചിലപ്പോൾ വിചാരിച്ച് കാണും ഇതിങ്ങനെ അന്നത്തെ ആ അസുഖത്തിൻ്റെ പുറത്ത് കുട്ടി ഇത് ചെയ്തതാണ്, അങ്ങനെ ചെയ്യണ്ടായിരുന്നു. പല ദിവസവും ചിലപ്പോൾ കുറ്റബോധം തോന്നിയിട്ടുണ്ടാകാം, നല്ലതുപോലെ ഇരിക്കുന്ന സമയത്ത് കുറ്റബോധം തോന്നിയിട്ടുണ്ടാവാം. ഇനി എങ്ങനെയാണെന്ന് ഇനി അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തും. എന്തായാലും അതിൻ്റെ മാനസിക പ്രയാസം വല്ലാത്തൊരിതായിരുന്നു. ഗുളികകൾ ഒരുപാട് കഴിച്ചാണ് ഓരോ ദിവസങ്ങൾ അത് മുന്നോട്ട് നീക്കിയത്. പിന്നെ ഇനിയിപ്പോൾ അച്ഛൻ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അമ്മയെ മരിച്ചു കഴിഞ്ഞ് കുട്ടിയുടെ വീട്ടിൽ ഈ ഒരു മോളെ ഉള്ളായിരുന്നു. ഇനിയിപ്പോൾ അച്ഛൻ മാത്രമായി. ഈ കുട്ടിക്ക് ഭയങ്കര ജീവനായിരുന്നു, പൊന്നുമോള.
പക്ഷേ കുട്ടിയെ അത് കൊല്ലുകയും ചെയ്ത് പിന്നെ ജീവിതകാലം മുഴുവനും അതിനൊരു കുറ്റബോധം കാണുമല്ല. നല്ലതുപോലെ ഇരിക്കുമ്പോഴായിരുന്നാലും ഈ കുട്ടിക്ക് ദിവ്യയ്ക്ക് ഒരു കുറ്റബോധം കാണുമായിരുന്നിട്ടുണ്ട്. അങ്ങനെയാണ്. അപ്പം പിന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ സ്നേഹമില്ല, അവരെ കുത്തുവാക്കുകളും എല്ലാം കേട്ട് അതങ്ങനെ കിടക്കണം. അങ്ങനെയൊക്കെ ആയപ്പം മാനസികമായിട്ട് കുട്ടി തകർന്ന് അങ്ങനെ ചെയ്തതായിരിക്കും, അങ്ങനെ ചെയ്തതാണ് എന്നാണ് കരുതാൻ. ഇനി അത് എങ്ങനത്തെ മരണമാണെന്ന് അറിയാൻ വയ്യ, അത് ഇനി അറിയാൻ കഴിയും.